ഹേ സിനിഫയിൽ അപ്പോൾ എല്ലാവർക്കും ചാനൽ സ്വാഗതം. സിനിമ അപ്ഡേറ്റ് അപ്ഡേറ്റ് നമ്മുടെ ഗലീഫ് എന്ന ചിത്രം അങ്ങനെ ഓണം വിന്നർ ആയില്ല. നമ്മുടെ നിവിൻ ചിത്രമാണ് ഓണം വിന്നർ ആയിരിക്കുന്നത്. ഗലീഫ് അത്യാവശ്യം ഒരു ആവറേജ് നെഗറ്റീവ് റിവ്യൂസൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു വേളയിൽ തന്നെ അവർ ഗലീഫ 2 ദ ലെഗസി എന്ന ലാലേട്ടൻ്റെ ചിത്രത്തിൻ്റെ ഒരു അപ്ഡേറ്റ് നൽകിയിരിക്കുന്ന ചിത്രത്തിൻ്റെ ഒരു ലോഞ്ച് അവിടെ തന്നെ നടത്തിയായിരുന്നു. അപ്പോൾ കുറച്ച് ക്യാമിയോസൊക്കെ ഉണ്ട്. അപ്പോൾ ആ ക്യാമിയോസിൻ്റെ ഇപ്പോൾ നമ്മുടെ സൗബിനുണ്ട്, പിന്നെ നമ്മുടെ ടൊവിനൊക്കെ ഉണ്ട്. ടൊവിനോയുടെ ഒഫീഷ്യൽ പോസ്റ്റർ തന്നെ അവർ ഇറക്കിയായിരുന്നു. ടൊവിനോയുടെ പേര് ഐവർ അലക്സാണ്ടർ എന്നാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ടൊവിനോയുടെ ഫസ്റ്റ് ലുക്ക്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഗംഭീര ഇത് തന്നെയായിരുന്നു. റിവ്യൂവിൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ലെഗസി എന്ന ടൈറ്റിൽ വരുന്ന ഗലീഫ 2 ലാലേട്ടനായിട്ടാണ് മെയിൻ ലീഡ് എത്തുന്നത്. അപ്പോൾ ആ ഒരു കഥകളൊക്കെ അതായത് ഗലീഫ കണ്ടവർക്കറിയാം അതെങ്ങനെയായിരിക്കും അവതരിപ്പിക്കാൻ എന്നുള്ളത് രീതി. അപ്പോൾ എന്തായാലും നമുക്ക് ഗലീഫ എന്ന ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇന്നലെ ആണല്ലോ നമ്മുടെ ജയിലർ 2 അല ബൊലേലോ എന്ന ഗാനം റിലീസ് ചെയ്തത്. അനിരുദ്ധിൻ്റെ ആ പാട്ടുകളിൽ എനിക്ക് അത്ര ഫേവറേറ്റ് അല്ലാത്തൊരു ഗാനമായി മാറിയിരുന്നു. വീണ്ടും റിപ്പീറ്റ് അടിച്ച് കണ്ടെങ്കിൽ പോലും ഒരു ഇഷ്ടം മനസ്സിൽ തോന്നുന്നില്ല. അതായത് ജയിലർ 1 സോങ്ങൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ചിലപ്പോൾ മേ ബി കേട്ട് ഇഷ്ടപ്പെടാം. ഒരു മലയാളി ഒരു താരത്തെ നമുക്ക് ആ പാട്ടിൽ കാണാം, നമ്മുടെ രാജേഷ് ഏട്ടനാണ്. അപ്പോൾ എന്തായാലും സിനിമ എന്തായാലും ഗംഭീരം തന്നെ ആവട്ടെ. ഇന്നലെ നമ്മുടെ നിവിൻ പോളിയുടെ ബദലയം കുടുംബ യൂണിറ്റ് റിലീസ് ചെയ്തുള്ളൂ. അപ്പോൾ അതേ പ്രമാണിച്ച് തന്നെ നമ്മുടെ മമിത ബൈജു, സംഗീത് പ്രതാപ് ഇരുവരും ഒന്നിക്കുന്ന ചിത്രത്തിൻ്റെ ഒരു അപ്ഡേറ്റ് നൽകിയിരിക്കുകയാണ്. ഹലോ ഡിയർ എന്ന ഈ ഒരു റോം ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്കാണ് വന്നിരിക്കുന്നത്. ഒരു കിടിലൻ ഫസ്റ്റ് ലുക്ക് തന്നെയാണ്. ഇന്ന് നമ്മുടെ മാൻഡാടി എന്ന സൂര്യ നായകൻ ചിത്രത്തിന് US സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു കിടിലൻ ചിത്രം തന്നെ ആവട്ടെ. ഇൻ ഹരിഹർ ടീംസ് അങ്ങനെ വീണ്ടും ഒന്നിക്കുകയാണെന്നുള്ള ഒരു വാർത്ത നമ്മൾ ഓൾറെഡി അറിഞ്ഞാണ്. അപ്പോൾ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. പാതിര കുറുക്കെന്ന് പറഞ്ഞ പോലെ പേര് തന്നെയാണ് ചിത്രത്തിന് വന്നിരിക്കുന്നത്. എന്തായാലും ചിത്രം ഒരു കോമഡി പരിപാടികൾ തന്നെയാണ്. എന്തായാലും ആ ഒരു പഴയ വൈബ് തന്നെ ചിത്രത്തിന് ലഭിക്കട്ടെ. നമ്മുടെ സായി സിനിമയിൽ മാത്രമല്ല, അദ്ദേഹം അതിന് സിനിമയിലേക്ക് വരുന്നതിന് മുന്നേ യൂട്യൂബിൽ കുറേ സോങ്സ് ഒക്കെ ഇടുന്നല്ലോ. അപ്പോൾ ആ ലിസ്റ്റിലേക്ക് 6ാമത്തെ സോങ് വരുന്നതാണ് രാധേമ എന്ന ഒരു ബ്രേക്കപ്പ് സോങ് ആണ്. അപ്പോൾ ഒരു റിയൽ ലൈഫ് ഇൻസ്പയർഡ് സോങ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഒരു കിടിലം നമ്മളെ കുലുക്കാൻ പറ്റുന്ന ഒരു സോങ് തന്നെ ആവട്ടെ. ബന്ദർ എന്ന ചിത്രത്തിൻ്റെ OTT റിലീസ് വന്നിട്ടുണ്ട്. ഈ വരുന്ന ഓഗസ്റ്റ് 28 നമ്മുടെ C5 ചിത്രം OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ മലയാളത്തിലെ പ്ലൂട്ടോ എന്ന ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് 24 നമ്മുടെ സൈന പ്ലേയിലൂടെ OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ലാസ്റ്റ് അപ്ഡേറ്റ് ഡാർക്ക് എന്ന ഈ ഒരു ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് 21 നമ്മുടെ ആമസോൺ പ്രൈമിലൂടെയൊക്കെ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഇന്ത്യക്ക് പുറത്ത് നമ്മുടെ സിംപ്ലി സർവീസിലൂടെ റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും സിനിമ വാർത്തകളൊക്കെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.